ഹലോ ഫ്രണ്ട്സ്, കേരള കാസിൻ്റെ മറ്റു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഫെബ്രുവരി മാസം ലാസ്റ്റ് ആയപ്പോഴും നമ്മൾ ഡൽഹി തന്നെയാണുള്ളത്. നമുക്കിവിടെ പ്രാവശ്യം നമുക്കൊരു ഓർഡറുള്ള വണ്ടിയിരുന്നു ടാറ്റയുടെ ഹെക്സ ഓട്ടോമാറ്റിക് വാഹനം വേണം എന്നുള്ളത്. ഇത് മലയാളത്തിലെ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഹെക്സയാണ് നമ്മളിപ്പോൾ നോക്കാൻ വന്നിട്ടുള്ളത്. ഈ സെലിബ്രിറ്റി എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയ ആളാണോ, ആൾക്ക് ഈ റീവണ്ടി എടുക്കണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് പറയാനുള്ളൊരു കാരണം, ഒരാളുകൾക്ക് ഓരോ ആഗ്രഹമല്ല, ഓരോ സമയത്ത് ഓരോ ആഗ്രഹം എന്ന് പറയുന്ന പോലെ പുള്ളിയുടെ ഒരു ആഗ്രഹം പോലെ എടുക്കുന്ന ഒരു വാഹനമാണ് ടാറ്റയുടെ ഹെക്സ. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നത് ഏറ്റവും ലാസ്റ്റ് മോഡൽ ലാസ്റ്റ് ഇറങ്ങിയ 18-19 വണ്ടി നമുക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ 2018-19 രജിസ്ട്രേഷൻ വരുന്ന ഒരു ടാറ്റ ഹെക്സ ഓട്ടോമാറ്റിക് സിംഗിൾ യൂസ് വാഹനമാണ് നമ്മൾ നോക്കാൻ വന്നിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ഈ വാഹനം ഒന്ന് റൗണ്ട് ചെക്ക് ചെയ്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത് കേട്ടോ. ഈ ഷോറൂം കുറച്ച് ദൂരെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഡൽഹിയിൽ നിന്ന് കുറച്ചധികം ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടുന്ന് മുമ്പ് നമ്മളൊരു ടയോട്ടയുടെ ക്യാമറ എടുത്തിരുന്നു, അതിൻ്റെ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ തന്നെയാണ് ഈ വണ്ടി കിടക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ നിന്ന് നമ്മളിതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി അപ് ടു ഡേറ്റ് പക്ക ഷോറൂം സർവീസും കാര്യങ്ങളും പോയിട്ടുള്ള മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിക്കാത്ത നല്ലൊരു ക്വാളിറ്റി ഉള്ള വാഹനമാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കിട്ടിയിട്ടുള്ളത്. ചെറിയ പരിക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ വണ്ടി ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 2018-19 രജിസ്ട്രേഷൻ വരുന്ന ടാറ്റ ഹെക്സ ഓട്ടോമാറ്റിക് STA വേരിയൻറ്റ് വാഹനമാണ് നമ്മളിപ്പോൾ നോക്കാൻ വന്നിട്ടുള്ളത്. നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വാഹനം പ്രസൻ്റ്ലി ഇരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടില്ല. ദൈവം എനിക്ക് വെച്ചിട്ട് ഫ്രണ്ട് ഗ്ലാസും തേങ്ങ വീണ് പൊട്ടിയിട്ടൊന്നുമില്ല. പിന്നെ അവർ ഇതിനകത്ത് ആകെ മാറ്റം വരുത്തിയിട്ടുള്ളത് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം കയറ്റി 360 ആക്കിയിട്ടുണ്ടെന്നുള്ളൂ. ബാക്കിയെല്ലാം കണ്ടില്ല, ഒറിജിനൽ ഓരോ ഫിറ്റിങ്സോട് കൂടിയിട്ടായിരിക്കുന്നത്. ഇത്രയും വർഷം യൂസ് ചെയ്തതിൻ്റെ ലെവലിൽ ചെറിയ 1-2 പോരായ്മകളും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വാഹനത്തിന് ഇവിടെ ആസ്ക് ചെയ്തിരുന്ന പ്രൈസ് ഏകദേശം 8.5 രൂപയുടെ അടുത്താണ് അവർ ആസ്ക് ചെയ്തിരുന്നത്. അത് ആസ്കിംഗ് പ്രൈസ് മാത്രമാണ് കേട്ടോ. 2019 പറഞ്ഞിരുന്നു. പക്ഷേ നമ്മളിവിടെ വന്ന് RC കാര്യങ്ങളൊക്കെ കോപ്പി മേടിച്ചപ്പോഴാണ് ഇത് 18 മോഡലും 19 രജിസ്ട്രേഷനാണ് വരുന്നത് കണ്ടത്. 18 8ാം മാസം 19 3ാം മാസത്തിലാണ് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. മൊത്തത്തിൽ നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്കിവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. വേറെ കാര്യമായ പരിക്കുകളൊന്നുമില്ല, ചെറിയ കാര്യങ്ങൾ നടക്കുക കണ്ടില്ലേ. ഇങ്ങനെയുള്ള ചെറിയ 1-2 കാര്യങ്ങൾ മൈന്യൂട്ടായിട്ടുള്ളതോ കണ്ടുള്ളൂ. ഇതിൻ്റെയൊക്കെ മേലെ ഓരോ ഒട്ടിച്ചത് കണ്ടോ, പറിച്ച് കളയാനായിട്ടുണ്ട്. ഇതൊക്കെ കളർ ഭംഗി വൃത്തിയോടായിട്ടുണ്ടെന്ന് പറയുള്ളൂ. അത് നമുക്ക് എടുത്ത് എന്തായാലും വണ്ടി ഒന്ന് ഒരു കോട്ട് പോളിഷൊക്കെ ചെയ്താൽ നമുക്ക് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കണ്ടീഷനിലാണ് വണ്ടി കിടക്കുന്നത്. നമ്മളിതുവരെ കൊടുത്തിട്ടില്ലാത്ത ഒരു കണ്ടീഷനിലുള്ള വാഹനം നമുക്ക് പറയാം. അപ്പോൾ ഈ വണ്ടിയാണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാ വാഹനങ്ങളും ചെയ്യുന്ന പോലെ തന്നെ 1 by 1 ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് അടക്കം എല്ലാം കസ്റ്റമർക്ക് അയച്ചു കൊടുത്ത് നമുക്കിത് സംസാരിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ക്ലയൻറ്റ് ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ അവർ എടുത്ത പ്രൈസും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ദേഷ്യം കരുതരുത്. നിങ്ങൾക്ക് ഇതുപോലെ വാഹനങ്ങൾ എടുക്കുമ്പോൾ എന്ത് വില വരുന്നതെന്ന് അറിയാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം തന്നെ നമുക്ക് പെയിൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കി തുടങ്ങാം. നമ്മൾ പെയിൻറ്റ് നോക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് റീപെയിൻറ്റ് അത്ര കയറി എന്നില്ല, എന്തോരം ലെവലിൽ പുട്ടി കയറിയിട്ടുണ്ട്, എന്തൊക്കെ എവിടെയൊക്കെ റീവർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മളിതിൻ്റെ സർവീസ് ഹിസ്റ്ററി എടുത്ത സമയത്ത് തന്നെ 2025 6ാം മാസം വരെയാണ് ലാസ്റ്റ് സർവീസ് പോയിട്ടുള്ള 58,000 കിലോമീറ്ററിൽ. ഇപ്പോൾ 61 ആയിട്ടുണ്ട്. അതുവരെ വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ തന്നെ കയറിയിട്ടില്ല. ഫ്രണ്ടിൽ ഈ സാധനങ്ങളെല്ലാം ഒറിജിനൽ ഒരേ ഫിറ്റിങ്സ് തന്നെയാണ് കാണുന്നത്. ഇവിടെ 360 ക്യാമറ പറഞ്ഞു പോയിട്ടുണ്ട്. അതിപ്പോൾ ഇവരായിരുന്നു മിസ്സായതെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഓണാക്കുന്ന സമയത്ത് ഇത് കാണുന്നുണ്ട്. ചെറിയ ലെവലിൽ ബമ്പറിലൊക്കെ സ്ക്രാച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട്. സാധാരണ വണ്ടികളെ കാണുന്ന പോലെ തന്നെ ബമ്പറിൽ ഒരു റീപെയിൻ്റ് ഒന്നും തന്നെ ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എല്ലാം ഒരേ ക്വാളിറ്റി തന്നെയാണ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത്. ഇത് ഇതിൻ്റെ ഒറിജിനൽ പെയിൻ്റാണ്. ബമ്പറിലൊക്കെ ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പൂച്ച കയറി മാന്തിയ പോലെയൊക്കെയുള്ള 1-2 ഡോട്ട്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. തുരുമ്പോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെയൊക്കെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ്. ഒറിജിനൽ പെയിൻ്റാണ്. ഈ കോർണറൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് പെയിൻ്റ് അടിച്ച് കാണാറ് ഇല്ല, ഒറിജിനലാണ്. ബോണ്ട് മൊത്തം ഒറിജിനലാണ്. ഞാൻ തുറന്നതിൻ്റെ ഈ ഉള്ളിലെ എഞ്ചിൻ കോമ്പൗണ്ട്സ് കാര്യങ്ങൾ കാണിച്ചു തരാം. ഒറിജിനലാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ചെറിയ ലെവലിലെ സ്ക്രാച്ചസുകൾ, ഇത്രയും വർഷം പഴക്കം ചെന്ന വണ്ടി ആയതുകൊണ്ട് അതിൻ്റെതായ സ്ക്രാച്ചസ് മാത്രമാണ് നമുക്ക് കാണാനുള്ളത്. ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ്സാണ്. ഗ്ലാസ്സിൽ നിലവിൽ കല്ലടിച്ച പാടോ ഡോട്ടോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ ചെറിയൊരു കുത്തുണ്ട് കേട്ടോ, ഒരു കടുകുമണി വലുപ്പത്തിൽ ചെറിയൊരു കുത്തുണ്ട്. കല്ലടിച്ചത് ഇല്ല എന്ന് പറഞ്ഞ് നാക്ക് എടുത്തുള്ളൂ, പക്ഷേ നമുക്കത് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു വളരെ മൈന്യൂട്ടായിട്ടൊരു ചെറിയൊരു കുത്ത് കാണാണ്ട്. നമുക്കത് കസ്റ്റമർക്ക് അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കണം. ഒരു കടുകുമണിയുടെ വലുപ്പമുള്ളൂ, പക്ഷേ അത് ഇല്ല. ഒറിജിനൽ പെയിൻ്റാണ്. വശങ്ങളിലും ഗ്ലാസ് തന്നെ ഒരേ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ ഒന്നും റീപെയിൻ്റ് ഇല്ല. അതിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമുക്കത് കാണാം കേട്ടോ. ഇവിടെ ഒന്നും തത്തില്ല. അതൊക്കെ നല്ല പൊടിയും ചളിയൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ ഇരിക്കുന്നതിൽ നമുക്ക് എടുത്ത് പറയാം. ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ്. ഒറിജിനൽ പെയിൻ്റാണ്. പിന്നെ ഇവിടെ റണ്ണിങ് ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ
അതൊക്കെ ഒറിജിനൽ കേട്ടോ. ഇവിടെ ഒന്നും റീവർക്കോ കാര്യങ്ങളോ തന്നെ ചെയ്തിട്ടില്ല. നല്ല മാറാലും ചളിയും പൊടിയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഒരു വണ്ടി വരെ കയ്യിൽ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ പറഞ്ഞു. ഒരു വാഷ് ചെയ്യിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെതായ പൊടിയും ചളിയും നമുക്ക് കാണാം. ഇവിടെ ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇഞ്ചസുകളൊക്കെ കണ്ടു. ഇതിൻ്റെയൊക്കെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ടുണ്ട് ഈ ഡോറുകളുടെയൊക്കെ. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് ഒറിജിനൽ പെയിൻ്റ് ആണെന്നുള്ളത്. ഇത് റീപെയിൻറ്റോ കാര്യങ്ങളോ തന്നെ കയറിയിട്ടില്ല. ചളിയുണ്ട്. മൊത്തത്തിലൊന്നും നല്ല എന്താ പറയുക ഡീപ്പ് ക്ലീൻ കൊടുക്കാനായിട്ടുണ്ട് വണ്ടിയിൽ നിന്ന് നമുക്ക് പറയാം. വേറെ പ്രശ്നമൊന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനൽ പെയിൻ്റാണ്. നമ്മൾ വന്ന് കിടക്കുമ്പോൾ ശരിക്കും പൊടിയൊക്കെ പിടിച്ച് കിടക്കായിരുന്നു. ഇവർ നമുക്ക് വേണ്ടി പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഒറിജിനൽ പെയിൻ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ക്രോമിങ് ചെയ്ത സംഭവങ്ങളൊക്കെ ഡീക്രോം ചെയ്യണം. ഇതൊക്കെ പൈസ കളയാനായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വൃത്തിയോട് മാത്രമേ ഈ വണ്ടിയിൽ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ ഇന്ന് തന്നെ ഡോറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ടുണ്ട്. ഈ അടിയിൽ ഇവിടെ കണ്ടോ ഈ സ്ക്രൂവിന് തുരുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രീറ്റ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ എന്താ വെച്ചാൽ അത് അങ്ങനെ ഇരുന്നിട്ട് ബോഡിയിലേക്കും കൂടി ചിലപ്പോൾ തുരുമ്പ് കയറാനുള്ള സാധ്യതയുണ്ട്. അത് ഈ വീലാർസിൻ്റെ ഇതാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒറിജിനൽ പെയിൻ്റാണ്. ഇവിടുത്തെ ഒന്നും ഡോറിലൊന്നും പേസ്റ്റിങ്ങോ കാര്യങ്ങളോ തന്നെ പൊട്ടിച്ചിട്ടൊന്നുമില്ല. ഈ ഡോർ പാഡും തന്നെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഫിറ്റിങ്സൊക്കെ കാര്യങ്ങൾ കാണാം. ഇവിടെ ഒന്നും തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇവിടെ കയറി ഇറങ്ങുന്നിടത്ത് ചവിട്ടി കയറിയതിൻ്റെ അടുത്ത് ചെറുതായിട്ട് പെയിൻറ്റ് പോയിട്ടുണ്ട്. അതിലും ഒരു ടച്ചിങ്ങൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനൽ പെയിൻ്റാണ്. നല്ല പൊടിയുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ആ മെഷീൻ്റെ സെൻസർ ഇടയ്ക്കിടയ്ക്ക് തുടച്ചുകൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ പെയിൻ്റാണ്. ഇത് ടൈൽ ലൈറ്റും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഇവിടെ അതാ ചെറിയൊരു ചളുക്കം നമുക്ക് കാണാം. ഈ ഒരു ബമ്പറിൻ്റെ കോർണറും ഇതിലായിട്ട് എന്തോ തട്ടിയിട്ടുണ്ട്. അത് ഇവിടെ ചെറിയൊരു ചളുക്കം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനലാണ്. 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 ഓക്കെ. ഈ ഡോറിന് തന്നെ പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം ഡിക്കിയുടെ പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല മാറാലും പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ ഇവിടെ നിർത്തിയിരുന്ന ഈ മരത്തിൻ്റെ ചോട്ടിലിടുന്ന വണ്ടികൾക്ക് സംഭവിക്കുന്ന ഒരു ഇതാണ്. ഇതിനകത്ത് ഇനി വെള്ളമൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് തുരുമ്പ് കയറും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എത്രയും പെട്ടെന്ന് എടുത്ത് നമ്മൾ ഡീപ്പ് ക്ലീൻ കൊടുക്കുക എന്നുള്ളതിനൊരു ഓപ്ഷനുള്ളൂ. ഇവിടെ നിന്നും പെയിൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ റീപെയിൻറ്റ് തന്നെ നോക്കിയിട്ട് കാണില്ല. ഇവിടെയൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കും. ഇതിൻ്റെയൊക്കെ പഞ്ച് മാർക്ക് കാര്യങ്ങൾ ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇനി ഒന്ന് ഇളക്കി നോക്കണം. നമുക്ക് ഇതിൻ്റെ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു നോക്കാം. നിലവിൽ നമ്മൾ ഇതിനകത്ത് എവിടെ നിന്ന് റീപെയിൻറ്റ് കണ്ടിട്ടില്ല. ഒറിജിനൽ പെയിൻ്റാണ്. ഇവിടുത്തെ ഒന്നും ഗ്ലാസ്സുകളൊന്നും റീപ്ലേസ് അല്ല കേട്ടോ. എല്ലാം ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനൽ പെയിൻ്റാണ്. ഈ ഡോറിന് തന്നെ പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ട് ഇവിടെയും തന്നെ ഈ സ്ക്രൂവിൽ കണ്ടോ ചെറിയ ലെവലിൽ തുരുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സ്ക്രൂ മാറ്റി വിടുന്നത് നല്ലതായിരിക്കും. ഇവിടെ നിന്ന് ഉള്ളിൽ റീപെയിൻ്റ് ഇല്ല കേട്ടോ. ഇവിടത്തേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പഞ്ച് മാർക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. ബാക്കിലെ ക്യാമറയുടെ ലൈൻ ഇത് കൂടെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ ഒന്നും ഇതിലൊന്നും പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല. ഇവിടത്തേക്ക് പഞ്ച് മാർക്ക് കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നമുക്ക് കാണാം. നമുക്ക് മൊത്തം ഒന്ന് ഇളക്കി നോക്കണം. അത് കഴിയട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്ത് ആയിട്ടും പോകാൻ സാധ്യതയുണ്ട്. ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനൽ പെയിൻ്റാണ്. ഇവിടെ ഞാൻ തന്നെ പറഞ്ഞ പോലെ തന്നെ റണ്ണിംഗ് ബോർഡിൻ്റെ അവിടെ ചവിട്ടി കയറിയതിൻ്റെ അകത്ത് പെയിൻറ്റ് പോയിട്ടുണ്ട്. നല്ല റീപെയിൻ്റ് അവർ അടിച്ചിട്ട് അടിയിൽ തുരുമ്പൊന്നുമില്ല കേട്ടോ ഡോറിൻ്റെ. ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനൽ പെയിൻ്റാണ്. ഓക്കെ. ഇവിടെ എല്ലാം പെയിൻ്റ് എല്ലാം ഒറിജിനൽ തന്നെയാണ്. മറ്റേ ഫുഡ് സ്റ്റെപ്പോ കാര്യങ്ങളോ എല്ലാം നമുക്കിനി മേലെ ഒന്ന് കയറി റൂഫ് ഭാഗം എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് നോക്കാം. ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ്. റൂഫിൻ്റെ ഭാഗത്തു തന്നെ വേറെ പരിക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഒരു പുറത്തിട്ട് യൂസ് ചെയ്താണെങ്കിലും ഇവിടെയൊക്കെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ്. ഓക്കെ. നമുക്ക് പെയിൻറ്റിൻ്റെ ഭാഗത്ത് അങ്ങനെ വേറെ റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല. നമുക്കിനി ബാക്കി വണ്ടിയുടെ എൻജിൻ റൂം കാര്യങ്ങൾ നമുക്ക് വണ്ടിയുടെ എൻജിൻ റൂമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പുറമെ കണ്ടത് ഒരു വൃത്തി എന്ന് തന്നെ പറയാം. അത്യാവശ്യം നന്നായിട്ട് പൊടി അടിച്ചിട്ടാണ് എൻജിൻ റൂം ഭാഗം ഇരിക്കുന്നത്. ഒന്ന് ക്ലീൻ കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ചെയ്യാനായിട്ടുണ്ട് നമുക്ക് പറയാം. ഇവിടെ അങ്ങനെ വേറെ ഇതൊന്നുമില്ല. ഞാൻ നേരത്തെ കവർ ഇളക്കി നോക്കിയായിരുന്നു. വേറെ അങ്ങനെ മേജറായിട്ടുള്ള ഓയിൽ ലീക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ എൻജിൻ്റെ ഭാഗത്ത് കണ്ടിട്ടില്ല. പക്ഷേ ഇതാ ഇവിടെ ഇതാണ് ഈ ഒരു ഇവിടെ ഈ ചെറിയൊരു സെൻസർ കണക്ട് ആവുന്ന ഈ കണക്ട് ആവുന്നതിൻ്റെ അതിൽ നിന്ന് ചെറുതായിട്ടൊരു
ഓയിൽ ലീക്കിങ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. അത് നമ്മൾ മെക്കാനിക്കിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടുത്തെ ഓറിങ്ങോ കാര്യങ്ങൾ എന്തെങ്കിലും പോകാനേ സാധ്യതയുള്ളൂ, വേറെ മേജറായിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലയെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ലൊരു വൃത്തി തന്നെയാണ് ഇരിക്കുന്നത്. അവർ എല്ലാ കാര്യങ്ങളും നല്ല ക്വാളിറ്റിയിൽ ഒറിജിനൽ ഒരു ഫിറ്റിങ്സോട് കൂടി തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റിങ്സ് എന്നുള്ള ലെവലിൽ നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് ഹെഡ്ലൈറ്റ് ബൾബ് കാര്യങ്ങൾ അവർ മറ്റേ ഇത് കൂടിയത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റിസീവർ കാര്യങ്ങൾ രണ്ട് സൈഡിലും നമുക്ക് കാണാം. അതുപോലെ അതിൻ്റെ ബൾബ് കാര്യങ്ങൾ അവർ മാറ്റിയിട്ടുണ്ട്, പറഞ്ഞ് LED ആക്കിയിട്ടുണ്ട്. അത് കാണാം നമുക്ക്. ആ ഒരു ഇത് മാത്രം നമ്മളത് നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ 2 ടയർ ആവറേജ് ടയർ എന്ന് പറയാം. ഇത് കമ്പനി ഇറങ്ങുന്ന കാലത്ത് ആ ടയർ തന്നെയാണ് നമുക്കിത് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ പുറകിലെ ടയർ വരുന്ന സമയത്ത് 2022 അവർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പുതിയ ടയറാണ് കിടക്കുന്നത്. ഇത് മാറിയിട്ട് അധികം എന്തായാലും വണ്ടി ഓടിയിട്ടില്ല, നമുക്കിതിൻ്റെ ഇതിൽ നിന്ന് അറിയാം. അത്യാവശ്യം നല്ലൊരു ടയർ ഭാഗമാണ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് പാഡ് അത്യാവശ്യം നോക്കിയിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇനി അതെന്താ അവസ്ഥ എന്നുള്ള അയച്ച് നോക്കിയാൽ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പുറമെ നോക്കിയിട്ട് അത്യാവശ്യം തിക്നെസ് ഒക്കെ കാണുന്നുണ്ട്, പക്ഷേ അത് ഹാർഡായിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിട്ട് വരും. കാരണം സർവീസിലെല്ലാം അത് പ്രോപ്പറായിട്ട് തന്നെ അവർ മാറ്റി പോയിട്ടുണ്ട്. പ്രസൻ്റ്ലി അത് ഇനി ഇവർ വല്ല പുറത്തുനിന്ന് അയച്ച് മാറ്റിക്കണമെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം 2025 6 മാസത്തിലല്ലേ പോയിരിക്കണം, ഇപ്പോൾ എത്രയും ആയല്ലോ, വേറെ ഇതൊന്നും തന്നെ ഒന്നും നോക്കിയിട്ട് കണ്ടില്ല. അതോടൊപ്പം തന്നെ നമ്മളിവിടെ സസ്പെൻഷൻ്റെ സൈഡാണെന്ന് തന്നെ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ലീക്കിംഗ് ഒന്നും തന്നെ കണ്ടില്ല. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ദൂരം അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി ഓടിച്ചിട്ട് നമുക്കിനി വണ്ടി ഒന്ന് സ്കാൻ കാര്യങ്ങൾ ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാണ്ട്. ചില കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാറില്ല, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പോലെ നമ്മൾ വെക്കാറാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മുടെ OBD പോർട്ടിൽ നമ്മുടെ OBD സ്കാനർ ആദ്യം ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, OBD സ്കാനർ നമ്മൾ കണക്ട് ചെയ്തു. നമ്മൾ ഓൾറെഡി ഒരു റൗണ്ട് സ്കാൻ ചെയ്തതായിരുന്നു വണ്ടി നേരത്തെ. അപ്പോൾ എന്നാലും നമുക്ക് വണ്ടി ഒന്നും കൂടി റീസ്കാൻ ചെയ്യാം. നമ്മുടെ സ്കാനറിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓക്കെ നമ്മൾ സ്കാനർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്കാനിങ്ങിലേക്ക് വേണ്ട കാര്യങ്ങൾ കിടക്കാം. നമുക്കിതിൻ്റെ AC ഓൺ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഡൽഹിയിൽ അത്യാവശ്യം ചൂട് ആയി വന്നിട്ടുണ്ടെന്ന് പറയാം. നമ്മൾ നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടി ഇവിടെ വന്ന സമയത്ത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ദൂരം ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അടിച്ചതാണ്. ഓക്കെ, സ്കാനറിൻ്റെ ആപ്പിലേക്ക് സ്കാനർ നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ ഇങ്ങനെ സ്കാനിങ് ചെയ്യുന്നത് കാണുമ്പോൾ അറിയാത്ത ആളുകൾ ഒരുപാട് പേര് എന്നോട് കമൻ്റ് ആയിട്ടും അതുപോലെ തന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്തൊക്കെ ചോദിക്കാറുണ്ട്, ചേട്ടാ ഏതാ ആപ്പ് വഴിയാണ് ഈ വണ്ടി സ്കാൻ ചെയ്യുന്നത്, അതെങ്ങനെയാണ് വണ്ടിയിൽ കണക്ട് ചെയ്യാന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ OBD സ്കാനർ എന്നുള്ളൊരു സ്കാനർ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് പല പ്രൈസിൽ പല റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ്. ചിലതൊക്കെ പെയ്ഡ് ആയിരിക്കും, ചിലത് ഫ്രീ ആയിട്ടൊക്കെ കിട്ടും. മീൻസ് മേടിച്ച് കഴിഞ്ഞാൽ സർവീസ് ആയിട്ട് പറഞ്ഞു, ആഫ്റ്റർ സർവീസുകളും കാര്യങ്ങളും. ഇതൊക്കെ ഞാനൊക്കെ ഇപ്പോൾ കുറച്ച് പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വർഷങ്ങളിൽ ലൈസൻസ് പാക്കൊക്കെ എടുത്തിട്ടാണ് ഓരോ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ സ്കാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതുവഴി എടുത്ത് നമുക്ക് മേടിച്ച് നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഏതിൻ്റെ സ്കാനറാണോ നിങ്ങൾ മേടിക്കുന്നത് അതിനനുസരിച്ച് ആ കമ്പനി അതിനനുസരിച്ചുള്ള ആപ്പുകൾ തരും. ആ ആപ്പിൽ കയറിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യാറ്. പിന്നെ എല്ലാവരും ഡൗട്ടാണ്, എല്ലാ വാഹനങ്ങളുടെയും നമുക്ക് കിലോമീറ്റർ റീഡിങ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുവിധമുള്ള ജർമ്മൻ കാറുകളുടെ എല്ലാത്തിൻ്റെയും ECML റെക്കോർഡ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ടാറ്റയുടെ വണ്ടികളിൽ, മഹേന്ദ്രയുടെ BS6 വണ്ടികളിലും ടൊയോട്ടയുടെ BS6 വണ്ടികളിലും ഒക്കെയാണ് നമുക്ക് ഇതെല്ലാം സർവീസ് ഹിസ്റ്ററി കാര്യങ്ങൾ കിലോമീറ്റർ റീഡിങ് എടുക്കാനുള്ള ഇതുള്ളൂ. അപ്പം ചൂസ് ചെയ്യാം. ഹെൽത്ത് റിപ്പോർട്ട് എടുക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ചിലപ്പോൾ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കേണ്ടത് എന്ത് സ്കാനിങ് ആണ്, എത്ര പെട്ടെന്ന് കഴിഞ്ഞോ, അങ്ങനെയാണോ ചെയ്യുക, അത് നോക്കണ്ടേ ഇത് നോക്കണ്ടേ എന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോയ്ക്കകത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നില്ല. ചിലത് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ മറ്റേ എൻഡോസ്കോപ്പി ക്യാമറയൊക്കെ വെച്ച് നമ്മൾ ഇതിൻ്റെ ഫ്ലഡ് കാര്യങ്ങൾ ലെവലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. എന്തെങ്കിലും പറ്റിയുണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് ഡൗട്ട് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചിലത് ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ടാവില്ല. അത് അങ്ങനെ വീഡിയോയിൽ മാറിയൊക്കെയാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെ സ്ഥിരമായിട്ടൊക്കെ കാണുന്ന ആളുകൾക്ക് അതറിയാൻ സാധിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കണ്ടിരുന്ന കുറച്ച് എറേഴ്സ് ഉണ്ട്. ആ എറേഴ്സിൻ്റെ കണ്ടില്ല. ഒന്ന് മറ്റേ പാർക്കിങ്ങിൻ്റെ സെൻസേഴ്സ് ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അവർ ഞാൻ പറഞ്ഞില്ല 360 ചെയ്ത സമയത്ത് അത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെയാണ്. പിന്നെ ബോഡി മോഡ്യൂൾ കൺട്രോളിൽ ഇതന്നെ നമ്മളെ ക്യാമറ കാര്യങ്ങളൊക്കെ അവർ ഇതിൻ്റെ ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കണ്ടായിരുന്നു. റീപ്രോഗ്രാം ചെയ്ത കാര്യങ്ങളാക്കിയേ പോകാവുന്നേ ഉള്ളൂ. വേറെ ഭാഗത്ത് മേജറായിട്ടുള്ള ഇതിലോ എഞ്ചിൻ്റെ ഭാഗത്ത് ഗിയർ ബോക്സിൻ്റെ ഭാഗത്തും തന്നെ നമുക്ക് ഇതൊന്നും കണ്ടില്ല. നമുക്കിനി ഈ വണ്ടി ഇവിടുന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഓടിച്ച് നോക്കിയിട്ട് ബാക്കി ഇതിൻ്റെ അവിടെ എത്തിയിട്ട് ഓഫീസിലെത്തിൻ്റെ പേപ്പർ ഭാഗം കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് നമ്മൾ ഫൈനൽ പറയുന്നതായിരിക്കും എന്താണെന്നുള്ളത്. നമുക്കിനി ടെസ്റ്റ് ഡ്രൈവിനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനത് കുറച്ച് ദൂരം ഓൾറെഡി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാലും നമുക്കൊരു കൺഫർമേഷന് വേണ്ടി ഒന്നുകൂടി നോക്കാനൊക്കെ നമ്മൾ പറയില്ലേ, ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. എനിക്ക് അത്യാവശ്യം നല്ല ഫ്രീ ആട്ടോ. കാരണം വെച്ചാൽ പ്രോപ്പറായിട്ട് ഷോറൂം സർവീസും കാര്യങ്ങളും പോയിട്ട് അതിൻ്റെതായ ഒരു ഇതുണ്ട്. കാല് കൊടുക്കുമ്പോഴേക്ക് കയറുന്നുണ്ട്. ഹെക്സ എനിക്ക് ഇത്ര പെർഫോമൻസ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഹെക്സ ഞാൻ എടുത്ത് കുറച്ചധികം ദൂരം ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് ആ വണ്ടിയുടെ ഒരു സുഖം മനസ്സിലായത്. അത്യാവശ്യം കണ്ടോ, ഇത് അത്യാവശ്യം നല്ല ഗട്ടറിലൊരു സ്ഥലത്ത് കൂടെ നമ്മൾ പോകുന്നത്. പക്ഷേ വേറെ ഒച്ചമ്പിളിയൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ റോഡ് പണി കാരണേ നമുക്കുണ്ട്. സസ്പെൻഷൻ്റെ ഭാഗത്ത് അടിയോ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. ബ്രേക്കും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് തന്നെയാണ്. നമ്മൾ നേരത്തെ മാനുവലിലേക്ക് ആക്കി ഓടിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഫ്രണ്ടിലെ ബുഷുകൾ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. എനിക്ക് അതിൻ്റെ ചെറിയൊരു ഗഡുപിടി തോന്നുന്നുണ്ട്.
വേറെ സസ്പെൻഷൻ്റെ സൈഡിൽ നിന്ന് അടിയോ കാര്യങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്യുന്നൊന്നുമില്ല. എന്തായാലും ഞാൻ പറഞ്ഞില്ല, വണ്ടി എടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു സർവീസിൻ്റെയും ആ കാര്യത്തിൽ 58 പോയത്. കിലോമീറ്റർ വൈസ് ആയില്ലെങ്കിലും ഡേറ്റ് വൈസ് ഏകദേശം ആവാനായിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ചെക്കപ്പിന് പോകുന്നത് നല്ലതായിരിക്കും. സ്റ്റിയറിംഗിലേക്ക് അടിയോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല എന്താ പറയുക, വണ്ടി കുലുക്കിയും കൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടോ, നല്ല സൈലൻ്റ് തന്നെയാണ് വണ്ടി. എഞ്ചിൻ്റെ ഭാഗത്ത് ഇങ്ങോട്ട് നോയ്സോ കാര്യങ്ങളൊന്നും തന്നെ കയറുന്നൊന്നുമില്ല. ഒരു പെട്രോൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന ഒരു ലെവൽ സൈലൻ്റ് എന്ന് നമുക്ക് പറയാം. ഗിയർ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. വണ്ടി അവിടെ കൊണ്ടുപോയി നിർത്തി ഇതിൻ്റെ പേപ്പർ ബാഗ് കൂടി ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയാം. ഫൈനൽ നമുക്ക് എങ്ങനെ ആക്കാം, എന്താക്കാം എന്നുള്ളത്. കസ്റ്റമർ ഓക്കെ ആണ്, അഗ്രീഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വണ്ടി ഹെക്സ നമ്മൾ സംസാരിച്ചത് ആ ഫുൾ ഡീൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓൾറെഡി ഇപ്പോൾ മാർച്ച് 3-ാം തീയതി ആയി കേട്ടോ. നമ്മൾ വണ്ടിയുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ഫുൾ പേയ്മെൻറ്റ് ഇവിടെ ഫൈനൽ ചെയ്തിട്ട് നമ്മൾ വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വണ്ടിയുടെ ചേസ് നമ്പർ കാര്യങ്ങൾ അവിടെ റേസിംഗ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തെടുക്കുന്നുണ്ട്. കൂടാതെ വണ്ടി മൊത്തത്തിൽ തുടച്ച് വൃത്തിയാക്കി അവർ തരുന്നുണ്ട്. അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ ഈ ഷോറൂമിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വണ്ടി നമ്മൾ ഡെലിവറി എടുക്കുന്നതുകൊണ്ട് തന്നെ HR26 നമുക്കിതിൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ, അതായത് RC കാര്യങ്ങളൊക്കെ അവർ നമുക്ക് തരുന്നുണ്ട്. പിന്നെ അപ്പം കുറേ നേരമായി നമ്മളിവിടെ വന്നിട്ട്, രാവിലെ തൊട്ട് ഇവിടെ വന്നതാണ്. ഓക്കെ, വണ്ടിയുടെ അൺയൂസ്ഡ് ആയിട്ടുള്ള സെക്കൻഡ് കീ, അതുപോലെ തന്നെ വണ്ടിയുടെ ഒറിജിനൽ RC, പിന്നെ കുറച്ച് ഫോംസ് കാര്യങ്ങൾ, അതായത് നമുക്കിവിടെ രജിസ്ട്രേഷന് വേണ്ട കുറച്ച് ഫോംസും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഇവിടുന്ന് കിട്ടിയത്. ഇതെല്ലാം പാടെ എടുത്ത് നമ്മളിപ്പോൾ ഇവിടുന്ന് വണ്ടി ഇതാക്കാണ്. പിന്നെ കൂടാതെ തന്നെ കസ്റ്റമർ ID കാർഡ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, സെറ്റിലാക്കി ചെയ്യേണ്ടത്. ആ കാര്യങ്ങളെല്ലാം പാടെ ഇവിടുന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പാടെ ചേർത്ത് നമ്മൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുത്ത് നമ്മൾ ഗുഡ്ഗാവ് കൊണ്ടുപോയി അവിടെ ടാറ്റയുടെ സർവീസ് സെൻ്ററിൽ കൊടുത്ത് അവർക്ക് സർവീസ് ചെയ്ത് കൊടുക്കണം. കാരണം ആൾ ഇവിടുന്ന് ബൈ റോഡ് ഓടിച്ചാണ് വരുന്നത്. നമ്മുടെ ആക്ടർ ആരാന്ന് വെച്ചാൽ ചിലപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളൊക്കെ കണ്ടു കാണാം, ഉപ്പുമുളകും സീരിയലിലൊക്കെ ഉള്ള ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മലയാളം ആക്ടർ തന്നെയാണ്. അപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുത്തുള്ളത്. അപ്പോൾ പുള്ളി വന്ന് ബിനോചേട്ടൻ വന്ന് വണ്ടി കാര്യങ്ങൾ കൊടുത്ത് ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നാട്ടിൽ എന്തായാലും പുള്ളി വരുമ്പോൾ ചാലക്കുടി വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ അതിൻ്റെ കൊണ്ട് കസ്റ്റമർ റിവ്യൂ കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഞാൻ വണ്ടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണിച്ച് വണ്ടി ഡെലിവറി. ഓക്കെ, അങ്ങനെ നമ്മുടെ വണ്ടി ഇപ്പോൾ അവിടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് കംപ്ലീറ്റ് ആക്കി അവർ വർക്ക് കംപ്ലീറ്റ് ആക്കുക മീൻസ് വാഷിങ് കാര്യങ്ങളൊക്കെ കഴിച്ചു കൊടുത്തിട്ടുണ്ട്. വൃത്തിയായോ എന്ന് വെച്ചാൽ കുഴപ്പമില്ലാന്നേ ഞാൻ പറയുള്ളൂ. അത്ര നല്ല വലിയ ഹൈ ലെവൽ ക്വാളിറ്റിയിലൊന്നും അല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ വണ്ടി നമ്മൾ മൊത്തത്തിലൊന്ന് റൗണ്ട് ചെക്ക് ചെയ്തിരുന്നു. പിന്നെ അതിലുള്ള ഫാസ്ടാഗ് കാര്യങ്ങളൊക്കെ അവർ പഴയത് പറിച്ച് കളയുന്നുണ്ട്. അവർ പിന്നെ ഫ്ലാറ്റിൻ്റെ ID കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നൊക്കെ അവരെ ഇന്ന് പറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ക്ലാസ്സിൽ നിന്ന്. മൊത്തത്തിൽ നമ്മളൊന്നിപ്പോൾ പുറത്തൊന്ന് വണ്ടി കൊണ്ടുപോയി ഒരു ടെസ്റ്റ് ഡ്രൈവൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ ഡീസലൊക്കെ അടിച്ച് വണ്ടി ഇപ്പോൾ കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെവലിൽ ഡീസലൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഏകദേശം 10,000 ഡീസലൊക്കെ അടിച്ചു. അപ്പം മൊത്തത്തിൽ നമ്മളിപ്പോൾ റൗണ്ട് ചെക്കിങ് കൂടി കഴിഞ്ഞിട്ട് വണ്ടി ഇപ്പോൾ ഇവിടെ നമ്മൾ ഡെലിവറി എടുത്ത് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഫൈനലായിട്ട് അവർ അതിൻ്റെ ഉള്ളിലുള്ള അവരെ സാധനങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ജാക്കി, വീൽ സ്പാനർ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇതില്ല എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ നമുക്ക് ചെയ്ത് തരാൻ പോകുന്നില്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്നല്ല നമ്മളൊന്ന് കൺഫേം ചെയ്തു നമ്മുടെ ഭാഗത്ത് നോക്കണ്ടാക്കാൻ. ഓക്കെ, ഇതൊന്നും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് ക്ലീനിങ്ങിന് ആയിട്ടുണ്ട്. വണ്ടി മൊത്തം നല്ല ഹൈ ലെവലായിട്ടൊന്ന് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് ഇത് ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കപ്പോൾ വണ്ടിന് ഡെലിവറി എടുക്കുന്ന പരിപാടി നോക്കാം. കീ മേടിച്ച് നമുക്ക് നടക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് പ്രൈവേറ്റപ്പോൾ അത് അവിടെ നിന്ന് വണ്ടി ഏറ്റവും മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ആൾ മേടിക്കുന്നു. ഇതിപ്പോൾ ഇവരെ ഭാഗത്തു നിന്നൊരു ഒഫീഷ്യൽ ഡെലിവറി എന്നുള്ള ലെവലിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ബാക്കി ഞാൻ പറഞ്ഞ പോലെ തന്നെ നാട്ടിലെത്തിയിട്ട് ബാക്കി നമ്മൾ കസ്റ്റമറെ കണ്ട് കാര്യങ്ങളാക്കിയിട്ട് റിവ്യൂ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവരെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യലായിട്ടുള്ള ഡെലിവറി കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി ഇതിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ഒരു പക്ഷേ എനിക്ക് കസ്റ്റമർ റിവ്യൂ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ ഓൺലൈനായിട്ട് കസ്റ്റമറെ റിവ്യൂ കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് അധികം മാസങ്ങളായി. വണ്ടിയുടെ NOC കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റിവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിലേ ആയത് കസ്റ്റമർ റിവ്യൂ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ പുള്ളി തിരക്കിൽ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി 1-2 വട്ടം ഫ്രീ ആയ സമയത്ത് ഞാനും ചില ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ
നമുക്കൊരു കസ്റ്റമർ റിവ്യൂ ആയിട്ട് കിട്ടിയില്ല. പിന്നെ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും പുള്ളി ഇവിടെ എന്നെ കാണാൻ വേണ്ടി ഒരു ദിവസം വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് നല്ലൊരു റിവ്യൂ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റിവ്യൂ പോലെ പറഞ്ഞു നിർത്തുന്നത്. നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ ടാറ്റയുടെ ഷോറൂമിലാണ് സർവീസിന് കൊടുത്തിരുന്നത് ഡൽഹിയിൽ തന്നെ. കാരണം വെച്ചാൽ അവർ അവിടുന്ന് ബൈ റോഡ് വണ്ടി ഓടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരുന്നത്. അതിൻ്റെ പുറത്ത് തന്നെ ടാറ്റയുടെ ഷോറൂമിൽ സർവീസ് കൊടുത്തിട്ട് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ആയില്ലെങ്കിൽ പോലും ഇത്രയും ദൂരം ഓടേണ്ട നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തു, ഒന്ന് ഫുള്ള് ഡീപ്പ് ക്ലീൻച്ച കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് അറേഞ്ച് ചെയ്തു. പിന്നെ അതിന് പുറമെ അവരവിടുന്ന് റെക്കമെൻഡ് ചെയ്തിരുന്നു പൊതുവേ ഇങ്ങനെ 1-2 ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അത് ഇവിടെ നാട്ടിൽ വന്നിട്ടാണ് ചെയ്യിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുള്ളി ഇവിടെ കൊടുത്തു എന്ന് പറഞ്ഞു. ഇതിന് പുറമെ വണ്ടി എടുത്തിട്ട് പുള്ളി ചെയ്യേണ്ടി വന്ന 1-2 വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വണ്ടി അവിടുന്ന് ബൈ റോഡ് ഓടിച്ചു വരുന്നു. അപ്പോൾ വണ്ടി നമ്മൾ പുള്ളിയുടെ ഒരു റിലേറ്റീവിൻ്റെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്തു അവിടെ ഡൽഹി തന്നെ. അതിനുശേഷം ഒരു 1-1.5 ആഴ്ച കഴിഞ്ഞിട്ടാണ് പുള്ളി ആ വണ്ടി എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ബാറ്ററി കുറച്ച് ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് പുള്ളി ബാറ്ററി റീപ്ലേസ് ചെയ്തു. കാരണം ഇത്രയും വർഷം പഴക്കം ചെന്ന ബാറ്ററി അല്ല, അവിടെ ബാറ്ററി റീപ്ലേസ് ചെയ്തു. പിന്നെ പൊതുവേ നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ടയർ ഭാഗം ഫ്രണ്ട് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് ഫ്രണ്ട് 2 ടയർ മാറിയിട്ടാണ് പുള്ളി അവിടെ നിന്ന് ബൈ റോഡ് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത്. ഇത് കൂടാതെ ഇപ്പോൾ നിലവിൽ വണ്ടിക്ക് വൈപ്പർ ബ്ലേഡിൻ്റെ ഭാഗത്ത് സ്ലോ സ്പീഡ് കുറച്ചൊരു സ്റ്റക്ക് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മോട്ടർ കാര്യങ്ങളൊന്ന് റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് സർവീസ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അത്ര മാത്രമാണ് ഇപ്പോൾ നമുക്ക് അതിലൊരു പണി കാര്യങ്ങൾ വന്നത്. പിന്നെ എടുത്ത പ്രൈസോ കാര്യങ്ങളോ കസ്റ്റമറുടെ റിവ്യൂ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തുമ്പോൾ പുള്ളി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ എന്താണ് ആസ്കിംഗ് പ്രൈസ് എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആസ്കിംഗ് പ്രൈസ് മാത്രമാണ്, അത് വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് 18-19 രജിസ്ട്രേഷൻ വാഹനമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വണ്ടികൾക്കെല്ലാം ഒരു ആസ്കിങ് ഇതൊക്കെ വരാറ്. പക്ഷേ അതിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ നല്ലൊരു നെഗോസിയബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമ്മളെടുത്ത്. കസ്റ്റമർ കൂടി എഗ്രീഡ് ആയിട്ട് അവർ പറഞ്ഞൊരു പ്രൈസിലേക്കാണ് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ടായത്. അങ്ങനെ വണ്ടി ഇത്രയും കിലോമീറ്റർ ഇവിടുന്ന് ഓടിച്ച് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ സേഫായിട്ട് തന്നെ അവർ കൂടെ എത്താനും കാര്യങ്ങൾക്ക് സാധിച്ചു. ഇതേപോലെ തന്നെ ഡൽഹി, ഹരിയാന, UP, പഞ്ചാബ് വാളുന്നൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ്. പിന്നെ അത് സൈനത്ത് കൊടുത്തുള്ളത് അത് എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ അതിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ ഏത് കമ്പനിയുടെ ഏത് ഇയറിൽ കിടക്കുന്ന ഏത് വാഹനം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മെഴ്സിഡീസിൻ്റെ ബെൻസ് വേണം, 2015 ബെൻസ്, BM വേണം എന്നൊക്കെ പറഞ്ഞ് പലരും മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ബെൻസ് BM ഓടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മെസ്സേജ് ചെയ്യുന്ന കൂട്ടത്തിൽ അതിൽ ഏത് സീരീസ് കിടക്കണം എങ്ങനെ എന്താണെന്നുള്ളത് കൂടി നിങ്ങളൊന്ന് മെൻഷൻ ചെയ്താൽ എനിക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പ്രൈസ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. കാരണം എൻ്റെ കയ്യിൽ അങ്ങനെ വണ്ടികൾ സ്റ്റോക്കോ അല്ലെങ്കിൽ ഞാൻ വണ്ടികൾ എടുത്തിട്ട് മറിച്ച് വിൽക്കുകയല്ല ചെയ്യുന്നത്. ഓരോ ക്ലയൻസ് ഇങ്ങനെ എന്നെ വണ്ടി വേണമെന്ന് പറഞ്ഞ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പോയി നോക്കി ചെക്ക് ചെയ്ത് ഓരോ വാഹനങ്ങൾ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ വീഡിയോക്കകത്തൊന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ വാട്സപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന പ്രൈസും കാര്യങ്ങളും നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും. ഒരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഇന്നോവ, ഇറ്റിയോസ്, ലിവ, കൊറോള, ആൾട്ടിസ്, ടാറ്റയുടെ സഫാരി സ്റ്റോം, മഹേന്ദ്രയുടെ താർ, അതുപോലെ ചില കമ്പനികളിലെ ചില വാഹനങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ചെറുവാഹനങ്ങളൊന്നും തന്നെ, അതായത് മാരുതിയുടെ വണ്ടികൾ, അതുപോലെ ചെറുവണ്ടികളൊന്നും തന്നെ നമ്മൾ എടുക്കാറില്ല. മാരുതിയുടെ വണ്ടികളെ സംബന്ധിച്ച് അവിടുന്ന് കിട്ടാവുന്ന ഒരു പ്രൈസ്, അതായത് അവിടുത്തെ ക്വാളിറ്റി വെച്ചിട്ട് കിട്ടാവുന്ന ഒരു പ്രൈസ് പ്ലസ് നാട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ കമ്മീഷനും നമ്മുടെ കമ്മീഷൻ കൂട്ടിയില്ലെങ്കിൽ പോലും ഇവിടുത്തെ ടാക്സ് കാര്യങ്ങൾ അടച്ചു വരുമ്പോൾ ഒരു പക്ഷേ കേരളത്തിൽ ആ വണ്ടി മേടിക്കാൻ കിട്ടാവുന്ന, അത് കേരള വണ്ടിയുടെ പ്രൈസിൻ്റെ ഏകദേശം ഈക്വൽ പ്രൈസോ അതിന് മുകളിലോ പോകാനുള്ള സാധ്യത, എന്നാൽ വണ്ടിക്ക് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് മാരുതിയുടെ വണ്ടികൾ എടുക്കേണ്ടത്. ഇത് മാരുതിയുടെ വണ്ടികൾ മാത്രമല്ല കേട്ടോ, ചെറുവണ്ടികളും ചില കമ്പനികളുടെ വാഹനങ്ങൾക്കെല്ലാം ഇതേ അവസ്ഥയാണല്ലോ. ഹുണ്ടായുടെ വാഹനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഒരു അവസ്ഥയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ചെറുവണ്ടികളോ കാര്യങ്ങളോ അവിടുന്ന് എടുക്കാത്തത്. ഞാനെന്നല്ല, എനിക്കറിയാവുന്ന പല ഇങ്ങനെ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ വ്ളോഗ് ചെയ്യുന്ന പലരും അങ്ങനത്തെ വാഹനങ്ങളോ കാര്യങ്ങളോ എടുക്കാറില്ല. ഓക്കെ, അപ്പോൾ കൂടാതെ ഇതേപോലെ തന്നെ നമുക്കിപ്പോൾ ഡൽഹി, ഹരിയാന ഭാഗങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലും വണ്ടികളോ കാര്യങ്ങളോ എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്നോട് ചോദിക്കുക ചെയ്താൽ, അറിയുന്നതാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ മറുപടി തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അറിയില്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് അതിനൊരു വീഡിയോ ആക്കി ചെയ്യണമെങ്കിൽ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. നമുക്ക് വീണ്ടും കാണാം.